ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൗതമിൻ്റെയും അളകനന്ദൻ്റെയും പിങ്കിയുടെയും ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്തായാലും കഥയില്ലാത്തത് കൊണ്ട് വരും ദിവസം നടക്കുവാൻ പോകുന്ന ഗൗതമിൻ്റെയും നന്ദയുടെയും ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന ഒരു സന്തോഷപ്രദമാകുന്ന ചില നിമിഷങ്ങളെക്കുറിച്ച് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ അപ്കമിങ് എപ്പിസോഡിൽ നടക്കുവാൻ പോകുന്ന ചില പ്രശ്നങ്ങൾക്കൊക്കെ നടുവിൽ അതായത് പിങ്കി ഗർഭിണിയാകുന്നു. അങ്ങനെ ഡെലിവറി സമയത്ത് വലിയ ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. നന്ദയ്ക്കും ഗൗതമിനെയാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന സമയം. ഇതിനിടയിൽ പിങ്കിക്ക് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് വരും ദിവസത്തെ കഥകളിൽ നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പം ആ അസ്വസ്ഥതയെല്ലാം മാനേജ് ചെയ്യുന്നത് നന്ദ തന്നെയായിരിക്കും. നന്ദ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ പിങ്കിക്ക് ഈ ഗർഭകാലത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പം നന്ദ അതെല്ലാം കൈകാര്യം ചെയ്യുന്നു. തൻ്റെ കുഞ്ഞ് ആണല്ലോ പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം നല്ല വേഗതയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ചില നല്ല നിമിഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും നന്ദ പക്വതയോടുകൂടിയാണ് പിങ്കിയുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നത്. ഇതിനിടയിൽ ഒരു അതിഥി താരം വരുന്നുണ്ട്. ആ അതിഥി താരം ഒക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോകും കേട്ടോ. നന്ദയ്ക്ക് ഇത് ഒരു പണി കൊടുക്കാനൊക്കെ ശ്രമിക്കും. പക്ഷേ അതൊന്നും ഫലിക്കാതെ ആ അതിഥി താരം പരാജയപ്പെട്ടു പോകുന്ന ചില നിമിഷങ്ങളൊക്കെ, നല്ല നിമിഷങ്ങളൊക്കെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതിനുശേഷമാണ് പിങ്കിയുടെ പ്രസവ സമയമാകുന്നു. അങ്ങനെ പ്രസവ സമയത്ത് ഒരുപാട് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന നന്ദയും ഗൗതമിനെ നമുക്ക് കാണാം. അപ്പോൾ ഇന്ത്യപരം തറപാടുകാരെ മുഴുവൻ ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പോൾ ലക്ഷ്മി ആയിക്കോട്ടെ, അതുപോലെ അരുന്ധതി ആയിക്കോട്ടെ, ഇവർക്കെല്ലാം വളരെ ഭക്തിപൂർവ്വം പ്രാർത്ഥനയോടുകൂടി ഇന്ത്യപുരത്തിൻ്റെ അനന്തരാവകാശി കാത്തിരിക്കുകയാണ്. ഈ സമയം അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം അങ്ങനെ ഗൗതമനും നന്ദയ്ക്കും കുഞ്ഞുണ്ടാകുന്നു. വളരെ സന്തോഷത്തോടു കൂടി ഉള്ള നിമിഷമാണ്. നന്ദ അങ്ങ് ചങ്ക് പൊട്ടി കരയുക. സങ്കടം കൊണ്ടല്ല, സന്തോഷം കൊണ്ടിട്ട് ഗൗതമനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അപ്പോൾ ഗൗതമനും അതിയായ സന്തോഷം നന്ദയെ ചേർത്ത് പിടിച്ച് നടത്തുകയും അങ്ങനെ സന്തോഷം, ഇരുവരും സന്തോഷം ആ വെളിയിൽ പ്രകടമാക്കുമ്പോൾ പിങ്കി പ്രസവിക്കുന്ന നല്ലൊരു കുഞ്ഞിനെ പ്രസവിക്കുന്നു. നന്ദയുടെ ആ സംരക്ഷണ വലയത്തിലായതുകൊണ്ടായിരിക്കാം മിടുക്കനായ ഒരു കുഞ്ഞുണ്ടാകുന്നു. അങ്ങനെ ഈ കുഞ്ഞിനെ കാണുവാൻ വേണ്ടി ആദ്യം ചെല്ലുന്നത് നമ്മുടെ നന്ദയാണ്. നന്ദ ചെല്ലുന്ന സമയത്ത് പെട്ടെന്ന് അരുന്ധതി ഹോസ്പിറ്റലിനകത്ത് ചെന്ന് കുഞ്ഞിനെ കാണുവാൻ ആശീർവദിക്കുവാൻ ആദ്യം തന്നെ ഏട്ടത്തി തന്നെ ഈ കുഞ്ഞിനെ ആദ്യം കയ്യിലെടുക്കട്ടെ എന്നൊരു നിബന്ധന അവിടെ വരിക കേട്ടോ. അതായത് ഏട്ടത്തിയാണല്ലോ ഇന്ത്യപുരം തറവാട്ടിനെ കാർന്നൂത്തി. അതുകൊണ്ട് തന്നെ നന്ദയ്ക്ക് ആ അവകാശം ഉണ്ടായത്. പക്ഷേ നന്ദയെ പിന്തള്ളിക്കൊണ്ട് അരുന്ധതി ചെല്ലുകയും അങ്ങനെ പിങ്കിയുടെ നഴ്സുമാരുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ സ്വീകരിക്കുകയും അങ്ങനെ നല്ല സ്നേഹ ചുംബനങ്ങൾ നൽകുകയും അങ്ങനെ സന്തോഷം പങ്കിടുന്ന നിമിഷമായി. ഈ സമയത്ത് നന്ദ ചെന്ന് തൻ്റെ കുഞ്ഞിനെ കാണുവാൻ വേണ്ടി ആർത്തിയോടുകൂടി നിൽക്കുന്ന സമയത്ത് അരുന്ധതി ഏട്ടത്തി കുഞ്ഞിനെ കാണിക്കുവാൻ ഒരു ചില വിസമ്മതമൊക്കെ കാണിക്കും നമുക്ക് കാണാൻ കഴിയുന്നു. എന്തായാലും നന്ദ അത് സമ്മതിക്കുന്നില്ല. കാരണം തൻ്റെ കുഞ്ഞായതുകൊണ്ട് തന്നെ ഡോക്ടറും വരികയാണ്. നന്ദനെ തന്നെയാണ് ആദ്യം കാണിക്കേണ്ടത് എന്ന് ഡോക്ടർ പറയുമ്പോൾ അരുന്ധതിയുടെ പ്ലാൻ അവിടെ പൊളിയുകയാണ്. കാരണം അരുന്ധതി നന്ദയ്ക്ക് ആ കുഞ്ഞിനെ ആദ്യം കയ്യിൽ കൊടുക്കാതെ താൻ ആശീർവദിച്ച് മടക്കി പിങ്കിയുടെ അടുക്കൽ കൊണ്ട് കൊടുക്കുവാൻ ശ്രമിക്കുമ്പോൾ ഡോക്ടർ അത് ശക്തമായി എതിർക്കുകയും, ഇല്ല, ഇത് നന്ദയുടെ കുഞ്ഞാണ്, അതുകൊണ്ട് തന്നെ നന്ദയാണ് കുഞ്ഞിനെ ആദ്യം എടുക്കേണ്ടതും അല്ലെങ്കിൽ സ്നേഹിക്കേണ്ടതും എന്ന് ഡോക്ടർ നിർദ്ദേശം നൽകുക. ഈ നിർദ്ദേശം അരുന്ധതിക്ക് ഒരുപാട് ഷോക്കേക്കുകയും ഒടുവിൽ അരുന്ധതിക്ക് തൻ്റെ നന്ദയുടെ കൈ കൊടുക്കാതിരിക്കുവാൻ പറ്റാത്ത ചില നിമിഷവും അങ്ങനെ കണ്ണുകളുമായി നന്ദ തൻ്റെ കുഞ്ഞിനെ വാരിപ്പുണരുകയും അതിനുശേഷം ഗൗതമും ചേർന്ന് നിന്ന് അവർ കുഞ്ഞിനെ ജീവിതത്തിൽ സ്വർഗം കിട്ടിയ ഒരു സന്തോഷം, നന്ദയ്ക്ക് ഇതുവരെയും ജീവിതത്തിൽ കിട്ടാത്ത ഒരു സൗഭാഗ്യം, ഒരു വളരെ സന്തോഷപ്രദമാകുന്ന ഒരു നിമിഷമൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ ലാളിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം വീണ്ടും അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നു. അതായത് പ്രസവിച്ച പിങ്കിയെ കാണിക്കുന്ന സമയത്ത് പിങ്കിയും വളരെ സന്തോഷത്തോടു കൂടിയ പിങ്കിയുടെ സ്വന്തം കുഞ്ഞിനെ പോലെ പ്രസവിച്ചുവെങ്കിലും ഗൗതമിൻ്റെ നന്ദയുടെ കുഞ്ഞാണല്ലോ എങ്കിലും സ്വന്തം കുഞ്ഞിനെ പോലെ അത് പിങ്കിയും കുഞ്ഞിനെ ചേർത്ത് കിടത്തി സന്തോഷം പങ്കിടുകയും ചെയ്യുന്ന ചില നല്ല നിമിഷങ്ങളൊക്കെ കാണാം. അതിനുശേഷമാണ് വമ്പൻ ടെസ്റ്റ് എന്ന് പറയാൻ പറ്റിയ ചില
ഭാഗപ്പിഴകളൊക്കെ ഈ ഗൗതമിൻ്റെയും നന്ദയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ടോ. അങ്ങനെ അതിനുശേഷം വീണ്ടും നന്ദ കുഞ്ഞിന് പാലൂട്ടുവാൻ അത് സരോഗസിൽ ഇല്ലാത്ത ചില വ്യവസ്ഥകളൊക്കെ അവിടെ ഇന്ദീവരം തറവാട്ടിൻ്റെ ഏട്ടത്തിൽ കൊണ്ടുവരുന്ന ചില നിമിഷങ്ങളൊക്കെയാണോ. അപ്പോൾ എന്തായാലും സരോഗസി നിയമപ്രകാരം പിങ്കി കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ കുഞ്ഞിൻ്റെ മേൽ അവകാശം തീരുകയാണ്. അതിനുശേഷം തൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മയ്ക്കും ബയോളജിക്കലായിട്ടുള്ള അച്ഛനും അമ്മയ്ക്കും കുഞ്ഞിനെ കൈമാറുക എന്നുള്ളതാണ് നിയമം. മറ്റൊരു നിയമം എന്ന് പറഞ്ഞാൽ പ്രത്യുപകാരം കൊടുക്കണമെങ്കിൽ ഗൗതമനും നന്ദയ്ക്കും കൊടുക്കാം. പക്ഷേ ഇവിടെ ഒരു പാരിതോഷികം കൊടുക്കേണ്ട കാര്യമില്ല. സ്വന്തം കുടുംബത്തിൽ തന്നെ ആയതുകൊണ്ട് പിങ്കിക്ക് പാരിതോഷികത്തിൻ്റെ കാര്യമില്ലാത്തത് കൊണ്ട് തന്നെ കുഞ്ഞിനെ പ്രസവിച്ച് കുഞ്ഞിനെ പിങ്കിയെ കാണിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നന്ദയ്ക്കും ഗൗതമനും കൈമാറുക എന്നതാണ് സരോഗസി നിയമപ്രകാരം ഡോക്ടറുടെ തീരുമാനം. അതാണ് നിയമം. പക്ഷെങ്കിൽ ഇതിന് ശേഷമാണ് നടക്കുന്ന കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അല്ലെങ്കിൽ അല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്ന അതിനുശേഷമാട്ടോ. നന്ദ അതിനുശേഷവും പിന്നെ കുഞ്ഞിനെ കാണുവാൻ വേണ്ടി അടുക്കി ചെല്ലുമ്പോൾ പിങ്കി പൊട്ടിത്തെറിക്കുന്ന ചില നിമിഷങ്ങളൊക്കെ ആട്ടോ. കാരണം പിങ്കിക്ക് നന്ദയെ കാണിക്കുവാൻ വിസമ്മതിക്കുകയും അങ്ങനെ നീ എൻ്റെ കുഞ്ഞിനെ കാണണ്ട എന്നൊരു വാക്കുകൾ നന്ദയെ പെട്ടെന്ന് ഞെട്ടിക്കുന്ന ചില സംഭവങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ എപ്പിസോഡ് നമ്മൾ കാണാൻ കഴിയും. അങ്ങനെ നന്ദ എന്താണ് എൻ്റെ കുഞ്ഞിനെ ഞാനല്ലാതെ പിന്നെ ആരാണ് എടുക്കേണ്ടത് എന്ന് ചോദിക്കുകയും ഈ സമയത്ത് അരുന്ധതി എന്ന് പറയുന്നു ഇപ്പോൾ കുഞ്ഞ് പിങ്കിയാണല്ലോ പ്രസവിച്ചത്, അതുകൊണ്ട് പിങ്കിക്കാണ് പൂർണ്ണ അവകാശം എന്ന് പറയുക. അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ വാക്കുവാദം അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ പേരിൽ വലിയൊരു തർക്കം ഉണ്ടാകുന്നുണ്ടോ. അതിനുശേഷം കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കണം, അത് കുപ്പിപ്പാൽ കൊടുക്കുവാനാണ് അല്ലെങ്കിൽ വേറെ കുപ്പിപ്പാൽ കൊടുക്കുവാനാണ് നിയമം. അല്ലെങ്കിൽ നന്ദയ്ക്ക് പിങ്കി കൊടുക്കുവാൻ മുലപ്പാൽ സംബന്ധിച്ച് ചില വിഷയങ്ങളുണ്ടാവുകയും അങ്ങനെ അരുന്ധതി പറയുന്നു ഇല്ല, പിങ്കി തന്നെയാണ് കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കേണ്ടത്, പിങ്കിയാണ് കുഞ്ഞിനെ പ്രസവിച്ചത്, അതുകൊണ്ട് പിങ്കി തന്നെ മുലപ്പാൽ കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നന്ദേനെ കുഞ്ഞുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ അകറ്റി മാറ്റുവാൻ ശ്രമിക്കുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് വരും ദിവസങ്ങളിൽ ഈ അപ്കമിങ് എപ്പിസോഡിൽ കാണാൻ പോകുന്നുണ്ട്. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ വീണ്ടും കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആ ഇന്ദീവരം തറവാടിനെ ആടി ഉലയ്ക്കുന്ന ചില നിമിഷങ്ങളൊക്കെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും നന്ദ തൻ്റെ കുഞ്ഞിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുകയും അങ്ങനെ പിങ്കി മറുഭാഗത്ത് കുഞ്ഞിനെ വിട്ടുകൊടുക്കില്ല എന്ന് ചില അവകാശവാദങ്ങൾ പറയും. ഇതിൻ്റെ നടുവിൽ ഗൗതം തകർന്നു പോകുന്ന ചില നിമിഷവുമൊക്കെ നമ്മൾ കാണാം. ഗൗതമന് വലിയ തിരിച്ചടികളൊക്കെ കിട്ടുന്ന ചില നിമിഷങ്ങളാണ്. കാരണം ഒരുപാട് കാര്യങ്ങളൊക്കെ ഗൗതമൻ്റെ ഭാഗത്ത് തന്നെ പല തെറ്റുകളുമുണ്ട് എന്ന് കാണുന്ന ചില നിമിഷങ്ങൾ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കാരണം പല കാര്യങ്ങളും പിങ്കിയുടെ പ്ലാൻ പ്രകാരം അല്ലെങ്കിൽ പിങ്കി തന്നെ കിട്ടിയ അവസരം പാഴാക്കാതെ ഗൗതമനെ സ്വന്തമാക്കുവാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഗൗതം അത് മൗനസമ്മതം കൊടുത്തതിൻ്റെ ഫലമായി കുഞ്ഞ് ജനിച്ചതിന് ശേഷം കുഞ്ഞിൻ്റെ മേൽ നന്ദയ്ക്ക് യാതൊരു അവകാശവുമില്ലെന്ന് പിങ്കിയും അരുന്ധതിയും ഇന്ദീവരം തറവാട്ടുകാരെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് പറയുമ്പോൾ ഗൗതം തൻ്റെ ആ മൗനമായിട്ട് നിന്ന ചില നിമിഷത്തെ ഓർത്ത് വേവലാതിപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന ചില നിമിഷങ്ങളൊക്കെ വരും ദിവസത്തിൽ എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും നന്ദ തൻ്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കുവാൻ സമ്മതിക്കാതെ വലിയൊരു യുദ്ധത്തിൽ അല്ലെങ്കിൽ വലിയൊരു പോരാട്ടത്തിലേക്ക് പോകുന്ന ചില നിമിഷം നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും വരും ദിവസത്തെ എപ്പിസോഡാണ് ഞാൻ പറയുന്നത്, ഒരു അപ്കമിങ് എപ്പിസോഡാണ് വരാൻ പോകുന്നത്. എന്തായാലും മുലപ്പാൽ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് വലിയ വാക്കുതർക്കമുണ്ടാകുകയും കുഞ്ഞിനെ കാണുവാൻ നന്ദയ്ക്ക് അവകാശമില്ല എന്ന് പറഞ്ഞ് അരുന്ധതിയും പിങ്കിയും കുഞ്ഞിനെ നന്ദയെ കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ചില നിമിഷങ്ങളൊക്കെ നമുക്ക് കാണാം. അതിനുശേഷം ഈ വരുന്ന ദിവസം നാളെ മുതൽ തന്നെ ഞങ്ങൾ ഈ അടുത്ത ആഴ്ചയിലെ റിയൽ വിശേഷവുമൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.